ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഉപ്പും തേനും. അപ്പോൾ ഇന്ന് വീണ്ടും ഞാൻ വന്നിരിക്കുന്നത് ദുബായ് വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ ദുബായ് വിശേഷങ്ങളിൽ കുറച്ച് ഭാഗമാണ് കാണിക്കുന്നത് കേട്ടോ. വീണ്ടും വീണ്ടും നിങ്ങൾ ദുബായിലെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലോട്ട് പോകാം വീഡിയോയിലേക്ക്. ചൂര്യമ്മളെ നമ്മൾ എവിടെയാണെന്ന് പറയുന്നില്ല. ഹായ് ഡിയറീസ്, ഞങ്ങൾ എവിടെയാണെന്ന് പറയുന്നില്ല പോകുന്നത്. എന്താന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് ബഹളമാണ് കേട്ടോ. പറയാത്തതല്ല, അറിഞ്ഞൂടെ സ്ഥലം എവിടെയാണ് പോണേന്ന്. അതുകൊണ്ട് ഇവിടെ പലവരും വന്ന് ഇങ്ങനെ മിണ്ടാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. പല പൂവാലന്മാരും വന്ന് ഇങ്ങനെ ശല്യം ചെയ്യുന്നുണ്ട്. നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യില്ല. നമ്മൾ പോകുന്നത് എവിടെയാണോ അതാണ് നമ്മുടെ ലക്ഷ്യം. എവിടെയാണെന്ന് അറിയില്ല, നമുക്ക് പോയിട്ട് കാണാം. നീ ഇന്ന് പാടിയിട്ട് പോയാ നീ ഇങ്ങോട്ട് പാടി നോക്കട്ടടി. എടി നിന്നെ ഈ വേഷത്തിലല്ലേ മറ്റേ വ്ളോഗിൽ കണ്ടു. ഹായ്, ഹാരി പോട്ടർ. ഇപ്പോൾ പോകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് നമ്മുടെ ബുർജ് ഖലീഫയുടെ തൊട്ടടുത്തൊരു മാളുണ്ട്. അപ്പോൾ ആ മാളിലാണ് പോകുന്നത്. ആ മാളിൽ വലിയൊരു അക്വേറിയം ഉണ്ട് കേട്ടോ. അത് പക്ഷേ എനിക്ക് അറിയത്തില്ലായിരുന്നു അവിടെയാണ് പോകുന്നതെന്നും കറങ്ങാൻ പോകുന്നുള്ള ഇതിലാണ് പോകുന്നത്. പക്ഷേ ഇന്നടുത്താണ് പോകുന്നതെന്നുള്ള ഒരു ഇൻഫോം ഇല്ലായിരുന്നു. പക്ഷേ ആ ഒരു മാളിൽ പോകുന്നെന്നുള്ള ഒരു ഇത് മാത്രമേ അറിയാവുള്ളൂ. പക്ഷേ അതിനകത്ത് ഒരു വലിയൊരു അക്വേറിയം ഉണ്ടെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കാണ് മനസ്സിലാവും. അത് നിങ്ങൾക്ക് വലിയ വീഡിയോയിൽ കാണാൻ പറ്റും. ഭയങ്കരമായിട്ട് എനിക്ക് ഷോക്കായ ഒരു ഇതാണ് കേട്ടോ. അതിന് ഞാൻ അങ്ങോട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ ഒരുപാട് പോകുന്ന വഴിക്ക് ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ. ദുബായിലാവുമ്പോഴത്തേക്കും അതിൻ്റേതായ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ. അത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതാണ് കേട്ടോ. ഇതിനെക്കാട്ടും നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ പുറത്തിറങ്ങുമ്പോഴത്തേക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം മാളിലാണ്. പിന്നെ രണ്ടാമത് പോകുന്നത് നമ്മളൊരു ഷിപ്പിലാണ് ഡിന്നർ കഴിക്കാൻ വേണ്ടിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അത് വഴിയെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മാളിൽ എത്തിയിട്ടുണ്ട്. മാളിൽ ഫസ്റ്റ് എൻട്രി പ്ലേസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ വന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്ന വഴിയാണിത്. ഇതിനകത്തോട്ട് നമ്മൾ എൻട്രി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഫസ്റ്റ് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ലുലു മാളാണ് കേട്ടോ. ട്രിവാൻഡ്രത്തുള്ള ലുലു മാള്. അവിടെ കയറുന്ന ഒരു ഫസ്റ്റ് എൻട്രി എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പക്ഷേ എൻ്റെ ഉള്ളിലോട്ട് പോയപ്പോഴത്തേക്കും അങ്ങനെ ഫീൽ ചെയ്തില്ല. ഫസ്റ്റ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ലുലു മാളിൻ്റെയൊക്കെ എവിടെയൊക്കെയോ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു.
കാരണം മിക്കപ്പോഴും നമ്മൾ ലുലുമാളിൻ്റെ തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ലുലുമാളിൽ മിക്കപ്പോഴും ഞാൻ പോകാറുണ്ട്, ചുമ്മാ എങ്കിലും കറങ്ങിയിട്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു ഫസ്റ്റ് കയറിയപ്പോഴത്തേക്കും. പിന്നെ ഇതിനകത്ത് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണുള്ളത്. അങ്ങനെ ഒരു നമുക്ക് ഭയങ്കര ഹൈ റേറ്റ് ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇനി ഏറ്റവും ഷോക്കാക്കിയ ഒരു സംഭവമാണ് ഇത് തൊട്ട് ബാക്കിൽ കാണുന്ന ആ ഒരു ബ്ലൂ അക്വേറിയാണത്. അപ്പോൾ അതിൻ്റെ അടുത്തോട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. അവിടെ നോക്ക് നീ. ഞാൻ വന്നിരിക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോണം. കിടിലാണ്. വരുന്ന നോക്ക്. ഫോട്ടോയല്ല, വീഡിയോ ആണ്. യൂട്യൂബ്. സൈഡിലോട്ട് പോയി നോക്കാം. വാ. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയായിരുന്നു കേട്ടോ അതെൻ്റെത്. എന്നോട് അശ്വതി, എൻ്റെ ഫ്രണ്ട് അശ്വതിയും പറഞ്ഞിട്ടില്ലായിരുന്നു അതിനകത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള കാര്യം. ജസ്റ്റ് മാള് പോയി കാണുക, അങ്ങനെ ഒരു ഫീലിലാണ് ഞാൻ പോയത്. പക്ഷേ എന്നെ ഭയങ്കരമായിട്ട് ഷോക്ക്, ഭയങ്കര ഹാപ്പിയായിരുന്നു എനിക്കത് കണ്ടു. കാരണം അതിനകത്തില്ലാത്ത ഫിഷ് ഒന്നുമില്ല. നമ്മളെ കടലിനകത്താണോ ഈ മാൾ കൊണ്ടുവച്ചതെന്ന് എനിക്ക് തോന്നിയപ്പോൾ അത്രയും അടിപൊളിയായിരുന്നു. പിന്നെ അശ്വതിയാണ് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ എനിക്ക് ക്ലിയർ ആയിട്ട് അവളത്, കാരണം നമ്മളോട് സംസാരിക്കുകയും വീഡിയോ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തതുകൊണ്ട് കറക്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും കുറേയൊക്കെ എനിക്ക് വീഡിയോ കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓരോ ഫിഷിൻ്റെ പേരെടുത്ത് തിമിംഗലം ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു അതിനകത്ത്, സീരിയസ്ലി. പിന്നെ അതിനകത്തൊരു മത്സ്യകന്യക ഉണ്ടെന്ന് അച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അശ്വതി. അപ്പോൾ അതെനിക്ക് കാണാൻ പറ്റില്ല. പക്ഷേ അതിനകത്ത് മത്സ്യകന്യക പോലെ ഒരു മനുഷ്യ സ്ത്രീ ആണ് അതിനകത്ത് ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട്. പക്ഷേ അത് കാണാൻ പറ്റിയിട്ടില്ല. അത് നല്ല ലേറ്റായി കേട്ടോ. അത് മാത്രം കണ്ടിറങ്ങിയപ്പോൾ ബാക്കിയൊന്നും കാണാനുള്ള സമയമില്ല. കാരണം നമ്മൾ വേറൊരു ഷിപ്പിലോട്ട് പോകുന്നുണ്ട് ഡിന്നർ കഴിക്കാനും DJ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല വൈകി, ഒരു 6:30 ആയി. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാനുള്ള തത്രപ്പാടിലായിരുന്നു. പിന്നെ എപ്പോഴെങ്കിലും വന്നിട്ട് ഫുള്ള് കാണണമെന്നായിരുന്നു. കാരണം നമ്മൾ ഇറങ്ങിയതേ ലേറ്റായിരുന്നു. നൈറ്റ് ടൈം ആയപ്പോൾ ലൈറ്റിൻ്റെ ഒരു ആഘോഷം തന്നെയായിരുന്നു കേട്ടോ. അവിടെ ഭയങ്കര ഭംഗിയായിരുന്നു. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ഷിപ്പിലാണ് കേട്ടോ. ഷിപ്പിൽ നമ്മൾ ഡിന്നറും പിന്നെ DJ ഒക്കെ ചെയ്യാനുള്ള പ്ലാനിലാണ് പോകുന്നത്. അവിടെയാണ് അടിച്ചു പൊളിക്കുന്നത്. അപ്പോൾ അത് ഫുള്ള് വീഡിയോയിൽ അറബിക് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബെല്ലി ഡാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാം. അപ്പോൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് പാർട്ട് 2 വരുന്നത് വരേക്കും വെയിറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ ബൈ.